എന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോവുകയാണ്. ഈ നേതാക്കന്മാരെ പോലും, പോഷക സംഘടനാ നേതാക്കന്മാരെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ, സീറ്റ് വീതം വെപ്പുകൾ കൃത്യമായി നടത്താൻ കഴിയാതെ പോകാതെ അവസാനം ഇനി 20 ദിവസം, കൃത്യം 20 ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ തട്ടി ഉടക്കി നിൽക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി പട്ടിക. ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടില്ല. തർക്കമുള്ള ഇടങ്ങളിൽ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും. എന്തായിരുന്നു ഇവർ ഇത്രയും കാലം ചെയ്തത് എന്ന് ഏതൊരു കോൺഗ്രസ് അണിയും ചോദിച്ചു പോകുന്ന വിധത്തിലല്ലേ കാര്യങ്ങൾ വന്നു നിൽക്കുന്നത്. തികച്ചും ഒരു നേതൃപരമായ കഴിവുകേട് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത് പ്രവീണ? ലക്ഷ്മി, ഇത്തവണ പാർട്ടിക്ക് ഭരണം പിടിക്കണമെന്നുള്ള നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ കനകോലു നിയോഗിച്ച സർവേ, കനകോലുവിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ, അല്ലാതെയുള്ള AICCയുടെ സർവേ അങ്ങനെയൊക്കെ നടത്തിയിരുന്നു. ആ സർവേ പട്ടിക ഒന്ന് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞാൽ അഴിഞ്ഞു വീടുന്ന മുഖംമൂടിയേ ഉള്ളൂ ഈ നേതാക്കൾക്ക് എന്നുള്ളതാണ്. കാരണം ജില്ലകളിൽ നിന്നുള്ള, മണ്ഡലങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ പേര് അല്ലെങ്കിൽ പ്രവർത്തകരുടെ പേരുണ്ടായിട്ടുള്ള, ഒന്നാമതായി എത്തിയിട്ടുള്ള പല മണ്ഡലങ്ങളിലും ആ പേരുകളെല്ലാം വെട്ടിയാണ് ഇവർക്ക് വേണ്ടിയുള്ള ആളുകളെ അവിടെ പ്ലേസ് ചെയ്യാൻ നോക്കിയത്. അത്തരത്തിൽ വെട്ടിപ്പോയ ഒരാൾ കൂടിയാണ് ഈ അലോഷ്യസ് സേവ്യർ എന്ന് കൃത്യമായി പറയാൻ കഴിയും. നേതാക്കൾക്ക് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് ഉറപ്പിക്കുന്ന തത്രപ്പാടിൽ മറന്നുപോയവരാണ് ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി തെരുവിൽ അടികൊണ്ടവർ എന്ന് കൃത്യമായി പറയാൻ കഴിയും. അലോഷ്യസ് സേവ്യറിനൊക്കെ പരിഗണിക്കേണ്ടതായിരുന്നു. കാരണം അദ്ദേഹമൊക്കെ KSUവിന്റെ താഴെത്തട്ടിൽ നിന്ന് പണിയെടുത്ത് സംസ്ഥാന അധ്യക്ഷനായിട്ടല്ല, അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്കൊപ്പം, KSU പ്രവർത്തകർക്കൊപ്പം ഇറങ്ങി നിന്ന് പോരാടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഈ പാർട്ടി അകറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ വിമർശനം ഉണ്ടാക്കുന്നത്. ഒരു സന്ദർഭം വരുമ്പോൾ, അതായത് പാർട്ടിക്ക് വിജയിച്ചു കയറാനുള്ള ഒരു സന്ദർഭം വരുമ്പോൾ ഇവരെയൊക്കെ ഒഴിവാക്കുകയാണ് എന്നുള്ള വികാരവും ഇവർക്കുള്ളിൽ ശക്തമാണ്. അതുകൊണ്ട് കൂടിയാണ് മറ്റാലോചനകൾക്ക് നിൽക്കാതെ അലോഷ്യസ് സേവ്യർ തന്റെ രാജി KSU അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പ്രഖ്യാപിക്കുന്നതും ആ രാജിയിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഈ പാർട്ടിയെ, യുവജനങ്ങളെ അവഗണിക്കലാണെന്ന് പറഞ്ഞു വെക്കുക കൂടിയാണ്. അത് കൃത്യമായി പറയുന്നുമുണ്ട്. അവഗണിക്കപ്പെടുന്നതിന്റെ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കാനാകുന്നതല്ല, അത് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്നതാണ്, അത് സംഘടനയുടെ ആത്മാഭിമാനം ഇല്ലാതാക്കുന്നതാണ് എന്ന് അലോഷ്യസ് സേവ്യർ പറയുമ്പോൾ തന്നെ അത് സംഘടനയ്ക്ക് മേലുണ്ടാക്കിയ അവമതിപ്പ് എത്രത്തോളമാണെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് കൂടിയാണ് അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ആ സംഘടനയുടെ ചുമതലയിൽ നിന്ന് അലോഷ്യസ് സേവ്യർ പടിയിറങ്ങുകയാണെന്ന് കത്തയച്ചിരിക്കുന്നത്. ലക്ഷ്മി, പ്രവീണ, തിരുവനന്തപുരത്ത് വന്ന് 5ന് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി, ഇവിടെ ഗ്രൂപ്പ് ഡാൻസ് ആണ് വേണ്ടത്, സിംഗിൾ ഡാൻസ് വേണ്ട എന്ന്. ഇതിപ്പോ കടുത്ത തരത്തിലുള്ള സിംഗിൾ ഡാൻസ് ആണല്ലോ ഗ്രൂപ്പിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അതുകൊണ്ടല്ലേ അലോഷ്യസ് സേവ്യറിനെ പോലുള്ളവർ തഴയപ്പെടുന്നത്, അവർക്കൊന്നും അവസരം കിട്ടാതെ പോകുന്നത്? ലക്ഷ്മി, ഗ്രൂപ്പ് ഡാൻസ് തന്നെയാണ്. അത് കൃത്യമായിട്ടുള്ള 3 ഗ്രൂപ്പുകളുടെ ഡാൻസ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ അങ്ങനെ തന്നെ വായിച്ചെടുക്കുകയും ചെയ്യാം. KC ഗ്രൂപ്പിന്റെ വക ഒരു ഗ്രൂപ്പ് ഡാൻസ്, RC ഗ്രൂപ്പിന്റെ വക മറ്റൊരു ഗ്രൂപ്പ് ഡാൻസ്, VD ഗ്രൂപ്പിന്റെ വക മറ്റൊരു ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെ 3 തരമായി തിരിഞ്ഞുള്ള ഗ്രൂപ്പ് ഡാൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിലും ഗ്രൂപ്പ് ഡാൻസിലേക്ക് ഈ നേതാക്കൾ എത്തിയത് കൂടി കൊണ്ടാണ് പലരും അവഗണിക്കപ്പെട്ടത് എന്നുള്ളത് ഒരു കൃത്യമായ കാര്യമാണ്. ആ കാര്യം പാർട്ടി അറിയാതെ പോയാൽ പാർട്ടിക്ക് മുൻപ് സംഭവിച്ചതുപോലെ, കാരണം പാർട്ടിയിലേക്ക് യുവജനങ്ങൾ വരുന്നില്ല എന്നുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ ഈ പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് എന്താണ് നേട്ടം എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനം നേട്ടത്തിനുള്ളതല്ല, പക്ഷേ എല്ലായ്പ്പോഴും ചില മുഖങ്ങൾ മാത്രം, ചിലരുടെ ആളുകൾ മാത്രം എന്നുള്ള രീതി, അത് മതിയോ എന്നുള്ള മറു ചോദ്യം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഈ വനിതകളുടെ കാര്യം പറഞ്ഞാൽ, മഹിളാ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞാൽ സ്ഥിരം കാണുന്ന മുഖങ്ങളല്ലാതെ ഈ പട്ടികയിൽ വേറെ മുഖങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ അത്തരത്തിൽ ഈ എല്ലാ തരത്തിലുമുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നുമില്ല. അത്തരത്തിൽ തെരുവിൽ പണിയെടുത്ത, പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത 10 കൊല്ലമാണ്, 1-2 വർഷമല്ല, 10 കൊല്ലം പാർട്ടിയുടെ പ്രതിപക്ഷ യുവജന സംഘടനാ പ്രസ്ഥാനത്തിലിരുന്ന് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ട, പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയ, പാർട്ടിക്ക് വേണ്ടി തെരുവോരങ്ങളിൽ അടികൊണ്ട് നടന്ന കുട്ടികളെയാണ് അവഗണിക്കുന്നത് എന്നുള്ള തോന്നൽ അവർക്കുള്ളിൽ ഉണ്ടായിട്ടാണ് പാർട്ടിക്കെതിരെ പ്രതിഷേധം ഇങ്ങനെ രേഖപ്പെടുത്തുന്നത്. പരസ്യമായി വന്ന് അവർക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ കടുത്തു പോകുമെന്നുള്ളത് കൊണ്ടാണ് കൃത്യമായി പറയാനുള്ളത്, കൃത്യമായി പറഞ്ഞു വച്ച് അവഗണനയുടെ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല ഞങ്ങൾ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടികൾ ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ചിറങ്ങുന്നത്. ലക്ഷ്മി, ശരിയാണ് പ്രവീണ. ഈ ചെന്നിത്തലയും VD സതീശനും ഒക്കെ ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറയാറുണ്ട്. പക്ഷേ കുട്ടികൾക്ക് തെരഞ്ഞെടുപ്പാകുമ്പോൾ പരിഗണനയില്ല, അത്താഴമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.